ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊരു വെജിറ്റബിൾ കുറുമയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഇതിൽ ഒഴിക്കണം. പിന്നെ പട്ട, ഏല, ഗ്രാമ്പു അങ്ങനത്തെ മസാലകളൊക്കെ ആഡ് ചെയ്യണം. ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അരച്ചെടുക്കാനുള്ളതാണിത്. അതുകൊണ്ട് ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. ഒരു തക്കാളി പഴുത്തത് വേണം ചേർത്ത് കൊടുക്കാൻ. ചെറിയൊരെണ്ണം ചേർത്താൽ മതി. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ മല്ലിയില കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇത്തിരി വെള്ളം ഒഴിച്ച് തന്നെ ഇത് അരക്കണം. ഇനി നമ്മൾ ആ സെയിം പാൻ തന്നെ വെച്ചിട്ട് നമ്മൾ ആ അരച്ച മിക്സ് ഇട്ട് കൊടുക്കുക. എണ്ണ ഒന്നും ഒഴിക്കണ്ട, അതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് അരഞ്ഞതായിരിക്കണം. ഇതിട്ടിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ ജാറ് കഴുകി ഒഴിച്ച് കൊടുത്താലും മതി. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഉപ്പും ചേർത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉണക്കമുളകും പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് മുളക് പൊടി കുറച്ചിട്ടാൽ മതി. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി വേണം നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഇടാനായിട്ട്. ഞാനിപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ആണ് എടുത്തേക്കുന്നത്. ഇത് വേവിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ വേണം അടച്ച് വെക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കുക. ഇനി ആ കിഴങ്ങൊക്കെ ഒരു അരഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടപ്പ് തുറന്നിട്ട് തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇത് തേങ്ങ മാത്രം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ്. ഇത് ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി അടച്ച് വെക്കണം. ഇനി ഇത് ഫുള്ള് വേവുന്നിടം വരെ വെക്കണം. ഇപ്പം ഇച്ചിരി ഡ്രൈ ആയിട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഫുള്ള് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അടപ്പ് മാറ്റിയിട്ട് കുറച്ച് കാഷ്യൂ പേസ്റ്റ് ഇടുക. ഈ കാഷ്യൂ കുറച്ച് ഒരു 5-6 എണ്ണം മതി. ഇത് നന്നായിട്ട് കുതിർത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. ഇതൊരു ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടാണ്. ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിയുമ്പോൾ നമ്മൾ പാൽ കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പശുമ്പാലാണ് ചേർത്തേക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുന്നതായിരിക്കും ഇത്രയും കൂടി ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത്രേ ഉള്ളൂ. മല്ലിയില ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിയില നമ്മൾ ആദ്യമേ ഇട്ട് അരച്ചത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു നോക്കാം. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്